രാജ്യതലസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികൾക്ക് പിന്നിൽ അതേ സ്കൂളിലെ വിദ്യാർത്ഥികളെന്ന് പോലീസ് കണ്ടെത്തൽ. ക്രിസ്മസ് പരീക്ഷ മാറ്റിവെപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാജ സന്ദേശം അയക്കുന്നതെന്നാണ് കുട്ടികൾ നൽകിയ മൊഴി. കുട്ടികളെ കൗൺസിലിംഗ് നൽകിയ ശേഷം രക്ഷിതാക്കളോടൊപ്പം തൽക്കാലം വിട്ടയച്ചു. കുറച്ചധികം ദിവസങ്ങൾ വിമാനങ്ങൾക്ക് നേരെയുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു അധികൃതർ. ഇതിനിടയിലാണ് തലവേദനയായി രാജ്യതലസ്ഥാനത്ത് സ്കൂളുകൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണികൾ. കഴിഞ്ഞ 11 ദിവസത്തിനിടെ ഡൽഹിയിൽ 100 സ്കൂളുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശമെത്തിയത്. സ്കൂളുകൾക്ക് അവധി നൽകി ബോംബ് സ്ക്വാഡും പോലീസുമെത്തി പരിശോധന നടത്തി ഒന്നും കണ്ടെത്താനാകാതെ മടങ്ങുന്നതും പതിവായിരുന്നു. വ്യാജ സന്ദേശങ്ങൾ അയച്ചാൽ സ്കൂളുകൾക്ക് അവധി കിട്ടുമെന്ന ധാരണ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വ്യാജ സന്ദേശങ്ങളുടെ അന്വേഷണം എത്തിയത് അതത് സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ തന്നെയാണ്. നവംബർ അവസാനം വെങ്കടേശ്വർ സ്കൂളിന് നേരെയുള്ള ബോംബ് ഭീഷണി സന്ദേശത്തിന് പിന്നിൽ സഹോദരങ്ങളാണ്. തലേ ദിവസം പ്രശാന്ത് വിഹാറിലെ PVR മൾട്ടിപ്ലക്സിന് നേരെയുണ്ടായ വ്യാജ ഭീഷണി സന്ദേശമാണ് പ്രചോദനമായതെന്നാണ് പോലീസ് പറയുന്നത്. ക്രിസ്മസ് പരീക്ഷ നടക്കുന്നതിനാൽ അത് ഒഴിവാക്കാനും അവധി കിട്ടാനുമാണ് കുട്ടിക്കൂട്ടത്തിന്റെ വ്യാജ കളി. സംഭവത്തിൽ കേസെടുത്തില്ലെങ്കിലും മുന്നറിയിപ്പ് നൽകി കൗൺസിലിംഗും നൽകി വിട്ടയക്കുകയായിരുന്നു. ഇതിനു പുറമെ പശ്ചിമ ബിഹാറിലെ രോഹിണിയിലെയും സ്കൂളുകൾക്ക് നേരെയുണ്ടായ ബോംബ് ഭീഷണികൾക്ക് പിന്നിലും വിദ്യാർത്ഥികൾ തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം മുൻപത്തേതിന് സമാനം തന്നെ. ഇമെയിൽ സന്ദേശത്തിന്റെ ലൊക്കേഷൻ കിട്ടാതിരിക്കാൻ VPN ഉപയോഗിച്ചാണ് വ്യാജന്മാരുടെ സന്ദേശങ്ങൾ. വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ കുട്ടിക്കളിയല്ല, അതിന്റെ ഗൗരവം എന്താണെന്നടക്കം മനസ്സിലാക്കി കൊടുക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഡൽഹി.